ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നേരത്തെ എണീച്ചു, ചായയൊക്കെ ഉണ്ടാക്കി രാവിലെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോണത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയും അതിന് കുറുമക്കറി, ഉരുളക്കിഴങ്ങിൻ്റെ കുറുമക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മോളെ റെഡിയാക്കി. അവളാണ് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ കുട്ടികൾക്കൊക്കെ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ കുട്ടിക്കും പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ട് അധികം എങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങണം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. പെട്ടെന്ന് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മളിത് അമ്പലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് പാലക്കാടാണ് കേട്ടോ, മുണ്ടൂരാണ്. അപ്പോൾ നമ്മളിവിടെ മുണ്ടൂർ കുമ്മാട്ടിയൊക്കെ നടത്തുന്ന അമ്പലമുണ്ട്, പാലക്കിഴിക്കാവ് എന്ന് പറയട്ടോ. പാലക്കിഴിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങടിക്കാണ് പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോഴേ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആളിങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല തണുത്ത കാറ്റും ഒക്കെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ അമ്പലം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. മലയും അതുപോലെ കാടും പാടമൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഇവിടെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മളിതേ അമ്പലം എത്താറായിട്ട് അമ്പലത്തെ ഫ്രണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കണം. അതാ കാണുന്നത് ഓഡിറ്റോറിയമാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻ അവിടെ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പൊതുവേ തിരക്ക് കുറച്ച് കുറവാണ്, അധികം തിരക്കില്ല, വണ്ടികളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതിയിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തിറങ്ങിയത് പുറത്തത്തെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് തൊഴുതിയിട്ട് ഇവിടെ ഒന്ന് തൊഴുതിയിട്ട് നമ്മൾ പിന്നെ പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. അവിടെ പുറത്തു കൂടെ നമ്മൾ നടക്കുകയാണേ. അപ്പോൾ ആ ഓപ്പോസിറ്റൊക്കെ കാണുന്നത് മലയൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ, നല്ല രസമാണ് കേട്ടോ. മലയും അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അത് അമ്പലക്കുളം. അപ്പോൾ അവളാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്പലക്കുളം കണ്ടപ്പോൾ ഇറങ്ങണം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറക്കിയതാണ് കേട്ടോ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നിറയെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഇനി മുന്നേ വരുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളാണെന്ന് വെച്ചാൽ വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി കളിപ്പിച്ചു. അവിടെ വെച്ചാൽ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കളിച്ചിട്ട് മേലേക്ക് കയറി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം വാശി പിടിച്ച് നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ മേലേക്ക് കയറ്റിയിട്ടാ. മേലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ ഫുള്ള് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. അമ്പലത്തിൻ്റെ മുറ്റത്തൊക്കെ കുറേ നേരം കളിച്ചു. അതിന് ശേഷം നമ്മൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടെത്തി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെടുത്ത ഫോട്ടോസൊക്കെ നോക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.